വെൽക്കം ടു കിച്ചൺ ഡയറീസ്. ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കുന്നത് ഒരു ചോക്ലേറ്റ് കേക്കാണ്. ഇത് വളരെ നല്ല ഒരു കേക്കാണ്, നല്ല സോഫ്റ്റുമാണ്. പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഇത് ചോക്ലേറ്റ് ഗണാഷ് ഉപയോഗിച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിന് ഡെക്കറേഷന് വേണ്ടിയിട്ട് ചോക്ലേറ്റ് ഗണാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണിത്. കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ നോക്കിക്കേ, എന്തൊരു ഭംഗിയാണ്. ചോക്ലേറ്റ് ക്രീമും ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ഉള്ളിൽ ഫിൽ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഭംഗി കണ്ടാൽ തന്നെ അറിയാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. കുട്ടികളൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. ബർത്ത്ഡേക്കൊക്കെ നമുക്ക് ഈ ഒരു കേക്ക് ഉണ്ടാക്കി ഇതിനകത്ത് നമുക്ക് എന്നൊക്കെ റൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഹാപ്പി ആയിരിക്കും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇവിടെ ഞാൻ ചോക്ലേറ്റിൻ്റെ ഫ്ലേവറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേറെ ഏതെങ്കിലും ഫ്ലേവർ മാറ്റിയൊക്കെ നമുക്കിതിൽ പരീക്ഷണം നടത്താവുന്നതാണ്. ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടുന്ന ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുന്നതിന് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുത്ത് വയ്ക്കാം. ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ള് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇത് 2 പ്രാവശ്യം നന്നായി അരിച്ചെടുക്കുക. ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർക്കുക. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ തിളപ്പിച്ച പാൽ ചൂടോടെ ചേർക്കുക. എന്നിട്ട് സ്പൂൺ ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്യുക. ചോക്ലേറ്റ് ചേർക്കുമ്പോൾ നല്ല രുചിയാണ് കേക്കിന്. ഇപ്പോൾ ചോക്ലേറ്റ് ഏകദേശം നന്നായി മെൽറ്റായി വരുന്നുണ്ട്. ഇത് നന്നായി മെൽറ്റായതിനു ശേഷം നമ്മൾക്ക് മാറ്റിവെക്കാം. ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ച് ചേർക്കുക. ഇത് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. മുട്ട പൊട്ടിച്ച് ചേർക്കുമ്പോൾ പാത്രത്തിലോ ബീറ്ററിലോ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല. നന്നായി ഡ്രൈ ആക്കി എടുക്കണം. എന്നാലേ മുട്ട നന്നായി പതഞ്ഞു വരികയുള്ളൂ. ഫ്രിഡ്ജിൽ നിന്നും എടുത്ത മുട്ട അതേപടി യൂസ് ചെയ്യരുത്. റൂം ടെമ്പറേച്ചറിൽ ആയതിനു ശേഷം മാത്രം ഉപയോഗിക്കുക. ഇപ്പോൾ മുട്ട ഏകദേശം നന്നായി പതഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് ബീറ്റ് ചെയ്യുക. ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ ചേർക്കുക. എന്നിട്ട് നന്നായി ബീറ്റ് ചെയ്യുക. ഇതിൽ ചേർക്കാനായി 1/4 കപ്പ് പഞ്ചസാര ഞാൻ പൊടിച്ചു വെച്ചിരുന്നു. അതിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. പൊടിച്ച പഞ്ചസാര 1/4 കപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് നന്നായി ബീറ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് സിറപ്പ് ചേർക്കുക. ഇത് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായി ഇതിലേക്ക് ചേർക്കാം. മിക്സ് ചെയ്യുന്നതിന് സൗകര്യത്തിന് വേണ്ടിയാണ് കുറേശ്ശെയായി ചേർക്കുന്നത്. ഒരു സ്പാറ്റുല യൂസ് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കുക. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലാണ് ഞാനിത് ഫോൾഡ് ചെയ്തെടുക്കുന്നത്. കേക്ക് ബാറ്റർ ഓവർ മിക്സ് ആവാൻ പാടില്ല. കേക്ക് ടിൻ എടുത്ത് അതിലേക്ക് ഓയിൽ ഗ്രീസ് ചെയ്യുക. ബട്ടർ പേപ്പർ റൗണ്ടിൽ മുറിച്ചെടുത്ത് ഫിക്സ് ചെയ്യുക. അതുപോലെ തന്നെ സൈഡിലും ബട്ടർ പേപ്പർ ഫിക്സ് ചെയ്യുക. ഓയിൽ തടവിയതിന് ശേഷം ഫിക്സ് ചെയ്താൽ അവിടെ നന്നായി ഒട്ടി നിന്നുകൊള്ളും. ഡീമോൾഡ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ബട്ടർ പേപ്പർ യൂസ് ചെയ്യുന്നത്. ബേക്ക് ചെയ്യാൻ ട്രേയിലേക്ക്
ഇതിലേക്ക് ഒഴിക്കുന്നതിന് മുൻപ് ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ വിനാഗിരി ചേർക്കുക. ഇത് ഓപ്ഷണൽ ആണ്. ചേർക്കുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ടിന്നിലേക്ക് മാറ്റുന്നതിന് തൊട്ട് മുൻപ് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. ബാറ്റർ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ 10 മിനിറ്റ് 150 ഡിഗ്രിയിൽ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്നു. പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് കേക്കിൻ്റെ ബാറ്റർ നന്നായി ടാപ്പ് ചെയ്തതിന് ശേഷം ഓവനിലേക്ക് വെക്കുക. 180 ഡിഗ്രിയിൽ 40 മിനിറ്റാണ് ബേക്കിംഗ് ടൈം. ഒരു പാനിലേക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാൻ വേണ്ടി പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും ചേർക്കുക. ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് നന്നായി തിളച്ച് പഞ്ചസാര മെൽറ്റായതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. തണുക്കാനായി മാറ്റിവെക്കുക. അതിനുശേഷം ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം ചേർക്കുക. നന്നായി തിളച്ചതിന് ശേഷം ഈ വിപ്പിംഗ് ക്രീം നന്നായി തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിനുശേഷം 1/4 കപ്പ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർക്കുക. നന്നായി മിക്സ് ചെയ്തെടുക്കുക. സ്പൂൺ ഉപയോഗിച്ച് നന്നായി ക്രീം പരുവത്തിൽ മിക്സ് ആയതിനു ശേഷം മാറ്റിവെക്കുക. ഇപ്പോൾ നമ്മുടെ കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. ഇതൊരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് കുത്തി നോക്കിയാൽ നമ്മൾക്ക് മനസ്സിലാവും ഇത് ബേക്ക് ആയിട്ടുണ്ടോ എന്നത്. അതിനുശേഷം നമ്മുടെ ബട്ടർ പേപ്പർ റിമൂവ് ചെയ്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണിത്. അടിഭാഗമൊന്നും കരിയുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതിനുശേഷം ഒരു നൈഫ് ഉപയോഗിച്ച് കേക്ക് 3 പീസായി റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ഞാൻ 3 പാത്രത്തിലേക്കായിട്ട് കേക്ക് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ക്രീം വിപ്പ് ചെയ്യാനായി ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 2 കപ്പ് വിപ്പിംഗ് ക്രീം ചേർക്കുക. നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. നന്നായി ബീറ്റ് ചെയ്ത് വരണം. അത് നല്ല ഫ്ലഫി ആയിട്ടുണ്ടാവും. ബീറ്ററിൽ നിന്നും മിക്സ് താഴേക്ക് വീണ് പോകാത്തൊരു പരുവത്തിലെത്തുമ്പോൾ നമ്മൾ ബീറ്റ് ചെയ്യുന്നത് നിർത്തണം. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് മിക്സ് ഇതിലേക്ക് ചേർത്ത് സ്പൂൺ കൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം തയ്യാറായിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് കേക്കിൻ്റെ 1ാമത്തെ ലെയർ മാറ്റിയതിന് ശേഷം അതിലേക്ക് ഈ വിപ്പിംഗ് ക്രീം കുറേശ്ശെയായി നന്നായി സ്പ്രെഡ് ചെയ്തെടുക്കുക. അതിനുശേഷം 2ാമത്തെ ലെയർ വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് ഒരു സ്പൂൺ കൊണ്ട് കുറേശ്ശെയായി ഒഴിച്ചു കൊടുക്കുക. ആദ്യത്തെ ലെയറിലും ഷുഗർ സിറപ്പ് ഞാൻ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിരുന്നു. അത് കാണിക്കാൻ വിട്ടുപോയതാണ്. അതിനുശേഷം വിപ്പിംഗ് ക്രീം ഇതിന് മുകളിലേക്ക് ആഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്തെടുക്കുക. കുറച്ച് കട്ടിയിൽ തന്നെ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്യുക. അങ്ങനെ 3ാമത്തെ ലെയർ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിന് മുകളിലേക്കും ഷുഗർ സിറപ്പ് ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ക്രീം ഫിൽ ചെയ്തെടുക്കുക. കേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഷുഗർ സിറപ്പ് ചേർക്കുന്നത്. ബാക്കിയുള്ള വിപ്പിംഗ് ക്രീം കൂടി ഇതിന് മുകളിലേക്ക് ഫിൽ ചെയ്തെടുക്കുക. സൈഡിലും എല്ലാം ഒന്ന് വിപ്പിംഗ് ക്രീം നന്നായി സ്പ്രെഡ് ചെയ്തെടുക്കുക. നല്ല മിനുസമായിട്ടൊന്നും സ്പ്രെഡ് ചെയ്യണമെന്നില്ല. കാരണം ഇതിന് മുകളിൽ ചോക്ലേറ്റ് ഗണാഷ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇത് ഇനി 2 മണിക്കൂർ ഫ്രീസറിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കുക. ആ സമയം കൊണ്ട് നമ്മൾക്ക് ഇതിന് മുകളിലേക്ക് വേണ്ട ഗണേശ തയ്യാറാക്കിയെടുക്കാം. ഒരു ബൗളിലേക്ക് 2 കപ്പ്
വിപ്പിംഗ് ക്രീം ചേർക്കുക. നന്നായി തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് 1/4 കപ്പ് ഇതിനകത്തേക്ക് ചേർക്കുക. ചോക്ലേറ്റ് നന്നായി മെൽറ്റായി വരുമ്പോഴേക്കും നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഒരു നല്ല ക്രീമി ടെക്സ്ചറായി വരും. ആ സമയത്ത് നമ്മൾ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുക. കാരണം ഗനാഷയ്ക്ക് ഒരു നല്ല ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബട്ടർ ചേർക്കുന്നത്. ഇത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബട്ടർ ചേർക്കുന്നത്. ബട്ടർ ആ ചൂടിൽ കിടന്ന് നന്നായി മെൽറ്റായി വന്നുകൊള്ളും. ഇനി നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് ചെയ്യാൻ വേണ്ടി ഫ്രീസറിൽ വെച്ചിരിക്കുന്ന കേക്ക് പുറത്തേക്കെടുത്ത് അതിന് മുകളിലേക്ക് ഈ ഗനാഷ ഒഴിച്ചു കൊടുക്കുക. സ്പൂണോ ഒന്നും യൂസ് ചെയ്യേണ്ട. അതിന് മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതിനനുസരിച്ച് അത് സ്പ്രെഡായി താഴോട്ട് ഒലിച്ചിറങ്ങിക്കോളും. അടിയിൽ ഒരു പാത്രം വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഈ ചോക്ലേറ്റിൻ്റെ സിറപ്പ് ബാക്കി അതിനകത്ത് ഫില്ലായിക്കോളും. ഇത് നമുക്ക് വേറെ എന്തെങ്കിലും കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കേക്ക് ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. ഇത് സെറ്റായി വരുമ്പോഴേക്കും നല്ല ഗ്ലേസിംഗ് ഉള്ള നല്ലൊരു ചോക്ലേറ്റ് കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ടാവും. ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. തലേന്ന് ഉണ്ടാക്കി വെച്ചാൽ പിറ്റേന്ന് എടുക്കുകയാണെങ്കിൽ കേക്ക് നല്ല സെറ്റായി വന്നിട്ടുണ്ടാകും. കഴിയുന്നതും ആവശ്യത്തിന് തലേ ദിവസം തന്നെ ഇത് സെറ്റാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്യാൻ എടുക്കുമ്പോൾ നല്ല സോഫ്റ്റായി കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിതിന് മുകളിൽ കുറച്ച് മുന്തിരി കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. ഡെക്കറേഷൻ ആവശ്യമൊന്നുമില്ല. കാരണം ആ ചോക്ലേറ്റ് ഗനാഷ ഒഴിച്ചതോടുകൂടി തന്നെ ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ നമ്മുടെ